നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വിജയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ നാൾക്കുനാൾ ഓരോ വിവാദങ്ങൾ ഉയരുകയാണ് തൃഷയ്ക്കെതിരെ. തിരഞ്ഞെടുപ്പ് കാലത്ത് വിജയും തൃഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കി. എന്നാൽ വോട്ടെടുപ്പ് ദിനത്തിൽ വിജയ് ചിത്രത്തിലെ പാട്ടിനൊപ്പം ചിത്രം പങ്കുവെച്ചും വിജയിയുടെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചും തൃഷ വാർത്തകളിൽ നിറഞ്ഞു. വിജയും ഒരു നടിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംഗീതയുടെ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നടി തൃഷയാണെന്നതായിരുന്നു ആദ്യം മുതലുള്ള അഭ്യൂഹങ്ങൾ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷയുടെ സാന്നിധ്യം സംഗീതയും മക്കളും വരാതിരുന്നതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. 2021 നടിയുമായി വിജയ്ക്കുള്ള ബന്ധം താൻ കണ്ടെത്തിയതെന്ന് സംഗീത വ്യക്തമാക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപേ ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നെന്ന വാദം നിലനിൽക്കെ റെഡിറ്റിൽ വന്നിരിക്കുന്ന പോസ്റ്റ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയത്. 2000ന്റെ തുടക്കത്തിൽ തന്നെ ഇവർ പ്രണയത്തിലായിരുന്നു. എന്നാൽ കുടുംബത്തിന്റെ സമ്മർദ്ദം കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അതിനാലാണ് തൃഷയുടെ മറ്റൊരു ബന്ധവും വർക്കൗട്ട് ആകാതിരുന്നത്. വിജയ്ക്ക് തന്റെ വിവാഹ ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കാനായില്ല. മക്കൾ വളരാൻ കാത്തിരിക്കുകയായിരുന്നു. മക്കൾ വളർന്നതോടെ വിജയും തൃഷയും ബന്ധം പരസ്യമാക്കി തുറന്നടിച്ച് രംഗത്തേക്ക് വന്നു. ഗില്ലിയിൽ അവരുടെ കെമിസ്ട്രി വളരെ നല്ലതായിരുന്നു. ആ പ്രോസസ്സിൽ എവിടെയോ ആണ് വിജയോടൊരു ചെറിയ അറ്റാച്ച്മെന്റ് വന്നതായി തോന്നിയതെന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ പേഴ്സണൽ ലൈഫാണ് ഇതൊക്കെ. അതേക്കുറിച്ച് താനൊന്നും പറയുന്നില്ല എന്ന് പല പ്രമുഖരും പറയുന്നുണ്ട്. വിജയ് അപ്പോൾ വിവാഹിതനാണ് എന്നാണ് നടി കുട്ടി പത്മിനി ഒരിക്കൽ വിജയിയുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത്. 2015 തൃഷ വരുൺ മന്യൻ എന്നയാളുമായിട്ട് വിവാഹങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും പിന്നീട് ഈ ബന്ധം വേണ്ട എന്ന് വെച്ചു. 2010 ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഇവന്റിൽ തൃഷയും വിജയും അടുത്തിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ അഭ്യൂഹങ്ങൾ വീണ്ടും പരന്നു. 2008 ശേഷം 15 വർഷത്തോളം തൃഷയും വിജയും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഇന്ന് വിജയുമായുള്ള ബന്ധം രഹസ്യമാക്കിക്കാൻ തൃഷ തയ്യാറല്ല. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയ തൃഷ 43-കാരിയാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. വിജയ്ക്ക് 51 വയസ്സുണ്ട്. ഇനിയുള്ള ജീവിതമെങ്കിലും ഇവർ ഒന്നിച്ചു കഴിയട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോഴും സംഗീതയുടെ അവസ്ഥയിൽ വിഷമിക്കുന്നവരും നിരവധിയാണ്. അർഹമായ ജീവനാംശം നൽകണമെന്നാണ് സംഗീതയ്ക്ക് ഡിവോഴ്സ് പെറ്റീഷനിലൂടെ ആവശ്യപ്പെടുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. കോടികൾ സമ്പത്തുള്ള വിജയ് തന്റെ 2 മക്കളുടെ അമ്മയ്ക്ക് അർഹമായിട്ടുള്ള ജീവനാംശം നൽകാൻ മടിക്കുന്നത് എന്തിനെന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നു. മക്കൾ 2 പേരും അമ്മയെയാണ് പിന്തുണയ്ക്കുന്നത്. 2 പതിറ്റാണ്ടിലേറെ ഒന്നിച്ചു ജീവിച്ച സംഗീതയോട് വിജയ് ചെയ്ത വലിയ അനീതിയാണ് ഈ വാദങ്ങൾക്ക് പുറത്തുള്ളത്. തൃഷ വിജയ് ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ മുമ്പൊരു അഭിമുഖത്തിൽ വിജയെക്കുറിച്ച് തൃഷ പറഞ്ഞ കാര്യങ്ങളും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. സിനിമാ സെറ്റുകളിലെ വിജയെക്കുറിച്ചാണ് തൃഷയെന്ന് സംസാരിച്ചത്. സെറ്റിൽ വിജയ് എപ്പോഴും ശാന്ത സ്വഭാവിയാണെന്നും സെറ്റിലെ ബാക്കിയുള്ളവർ നല്ല അടുപ്പത്തോടെ ഒരുമിച്ച് സമയം ചെലവിടുമ്പോഴും വിജയ് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് താൻ ശ്രദ്ധിക്കാറുണ്ട് എന്നുമാണ് തൃഷ വെളിപ്പെടുത്തുന്നത്. ഏതൊക്കെയോ ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന വിജയിയാണ് പലപ്പോഴും സെറ്റുകളിൽ കാണാൻ കഴിയാറ്. വിജയ് വളരെ റിസർവ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വളരെ നിശബ്ദനായിട്ടാണ് അദ്ദേഹം സെറ്റിൽ ഇരിക്കുന്നത്. ആ മൗനം എന്നെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വിജയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവവും അതുതന്നെയാണ്. ആദ്യം ഞങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് സുഹൃത്തുക്കളായത് എന്നും തൃഷ പറഞ്ഞു. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സഹതാരം എന്നതാണ് തൃഷ അന്ന് വിജയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ഗില്ലി എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായിട്ട് ഒരുമിച്ചെത്തുന്നത്. ആ ചിത്രം സൂപ്പർ ഹിറ്റായി. അവർ തമ്മിലുള്ള കെമിസ്ട്രി പ്രേക്ഷകർക്കിടയിലും ഇരുകൈകളിലും നീട്ടി സ്വീകരിക്കപ്പെട്ടു. പിന്നാലെ തിരുപ്പാച്ചി, ആദി, കുരുവി എന്നീ ചിത്രങ്ങളിലൂടെ നായികനായകന്മാരായി ഇരുവരും വീണ്ടും എത്തി. ഇതിനിടയിലാണ് ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ പകർന്നത്. താരങ്ങൾ അകന്നു നിൽക്കാൻ തുടങ്ങിയതും അപ്പോഴാണ്. വർഷങ്ങളോളം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നില്ല. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.